എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സൗദി അറേബ്യയിലേക്കും കുവൈത്തിലേക്കും ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രോസസ്സിംഗ് ടൈം വരുന്നത് ഒരു മാസം മാത്രമാണ്. ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഏകദേശം 30ഓളം പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക്, രണ്ട് വേക്കൻസികളിലേക്കുമായിട്ട്, അതായത് സൗദി ലൈസൻസ് ഉള്ളവരെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ആവശ്യമുള്ളത്. അപ്പോൾ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് ഹൗസ് ഡ്രൈവറായിട്ട് ജോലി നേടാൻ പറ്റുന്ന വിവിധ അവസരങ്ങളാണ്. ഒന്ന് കുവൈത്തിലേക്കുമുണ്ട്, രണ്ടാമത്തത് സൗദി അറേബ്യയിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കുവൈത്തിലേക്കാണ്. ഹൗസ് ഡ്രൈവറായിട്ട് കുവൈത്തിലേക്ക് ഫ്രഷേഴ്സിനെ ആവശ്യമുണ്ട്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സിനെയാണ്, അതായത് ഇതിനു മുന്നേ ഗൾഫിൽ പോവാത്ത ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. 25-നും 35-നും ഇടയിൽ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സാലറി വരുന്നത് 120 കുവൈത്ത് ദിനാറാണ്. കൂടാതെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് ഹൗസ് ഡ്രൈവറായിട്ട് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും. കൂടാതെ 120 കുവൈത്ത് ദിനാർ സാലറി ഉണ്ടായിരിക്കും. 120 കുവൈത്ത് ദിനാർ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 34,000 ഇന്ത്യൻ രൂപയാണ്. ഇതിലേക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതേപോലെ തന്നെ നിങ്ങൾ കാർ ഓടിക്കുന്ന വീഡിയോ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക. ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്ക് പോകാൻ ഏകദേശം നിങ്ങൾക്ക് വിസ ടിക്കറ്റ് അടക്കം നിങ്ങൾക്ക് 85,000 രൂപ എക്സ്പെൻസ് വരും. പ്ലസ് മെഡിക്കൽ വേറെ വരും. അങ്ങനെ ഏകദേശം 1,00,000 രൂപ ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള ചിലവ് വരിക. ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റിൽ ഒരൊറ്റ ഡോക്യുമെൻ്റായിട്ട് എനിക്ക് അയച്ചു തരിക. കൂടാതെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരു വീഡിയോ, അതേപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇംഗ്ലീഷിൽ, ഈ 2 വീഡിയോകളും 30 സെക്കൻഡിൻ്റെയും 1 മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ഇതും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ഫ്രഷേഴ്സിന്, അതായത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള മറ്റൊരു വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. ഡയറക്റ്റ് വിസയാണ്. ഒരാളെ മാത്രമാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. കുവൈത്തിലേക്ക് നമുക്ക് 2-3 പേരെ ആവശ്യമുണ്ട്. ഇതിലേക്ക് ഒരാളെ മാത്രമേ ആവശ്യമുള്ളൂ. അതും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഡയറക്റ്റ് വിസയാണ്. ഫ്രഷ് ഹൗസ് ഡ്രൈവറായിട്ട് ഒരാളെ റിയാദിലേക്കാണ് ആവശ്യമുള്ളത്. ഇതിനു മുന്നേ ഗൾഫിൽ പോവാത്ത ആളായിരിക്കണം. 1,500 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. 1,500 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 34,000 ഇന്ത്യൻ രൂപയായി. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. ഫുഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. സൗദി അറേബ്യയിലേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാവുന്ന ഉറപ്പ് തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് സാധ്യത ഇല്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെല്ലുന്ന കഫീലിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ സ്വഭാവം പോലെ ഇരിക്കും നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്ന കാര്യം. ഒട്ടുമിക്ക ഒരു 70% ഹൗസ് ഡ്രൈവർമാർക്കും ഫുഡ് കിട്ടുന്നില്ല സൗദി അറേബ്യയിൽ. വളരെ 20 അല്ലെങ്കിൽ 30% പേർക്കും മാത്രമേ ഫുഡ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 1,500 സൗദി റിയാൽ സാലറി ഉണ്ടായിരിക്കും. ഇതിലേക്കും നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല. വീഡിയോ സെലക്ഷൻ മാത്രമാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന വീഡിയോ, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഇത്ര മാത്രം മതി. ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. പാസ്സായി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മെഡിക്കൽ എടുക്കാം. മെഡിക്കൽ എടുത്ത് 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. പക്ഷേ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ചിലവ് വിസ ടിക്കറ്റ് ഉൾപ്പെടെ 80,000 രൂപ വരും. വിസ ടിക്കറ്റ് ഉൾപ്പെടെ 80,000 രൂപയും പ്ലസ് മെഡിക്കൽ VFX കാര്യങ്ങൾ വരും. അങ്ങനെ ഏകദേശം നിങ്ങൾക്കൊരു 1,00,000 രൂപേൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഇതിലേക്കും പോകാനുള്ള എക്സ്പെൻസ് വരിക. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു തരിക. അടുത്ത ഹൗസ് ഡ്രൈവർ വേക്കൻസി സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവർക്കാണ്. ECR, ECNR പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും. 10ാം ക്ലാസ് പാസ്സാണെങ്കിലും അല്ലെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി. മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ്. 25ഓളം പേരെയാണ്, 25 ഹൗസ് ഡ്രൈവറെയാണ് റിയാദിലേക്ക് ആവശ്യമുള്ളത്. 1,700 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഫുഡ് ഉണ്ടാവില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 48 വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സ്പയർഡ് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള 48 വയസ്സിന് താഴെ പ്രായമുള്ള
25ഓളം പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. ഇതിലേക്ക് പോകാനുള്ള നിങ്ങൾക്ക് ചിലവ് വരുന്നത് ടിക്കറ്റ് ഉൾപ്പെടെ 35,000 രൂപയും പ്ലസ് മെഡിക്കൽ VFX കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ഏകദേശം ഒരു 50,000 രൂപയാണ് നിങ്ങൾക്ക് പോകാനുള്ള ചിലവ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്ത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മെഡിക്കൽ എടുക്കാം. മെഡിക്കൽ എടുത്ത് 20 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക.